5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമ്മുടെ സ്കൂളിന്റെ സമയത്തെ സംബന്ധിച്ച് പ്രവൃത്തി സമയത്തെ സംബന്ധിച്ച് വലിയ വിവാദമാണ്. എല്ലാ കാലവും വിവാദം. എപ്പോൾ തുടങ്ങണം, എപ്പോൾ അവസാനിപ്പിക്കണം. ഇപ്പോൾ 9:45 4:45 എന്ന് പറഞ്ഞൊരു അറിയിപ്പ് വന്നപ്പോൾ സമസ്തയുടെ വിഭാഗക്കാർ, മുസ്ലിം വിഭാഗത്തിലെ സമസ്ത വിഭാഗക്കാർ ബഹളം ഉണ്ടാക്കിയിരിക്കുന്നു. ഞങ്ങൾക്ക് പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇതിനകത്തൊക്കെ എന്തെങ്കിലും ന്യായമുണ്ട്? ഇപ്പോൾ സമസ്തയുടെ വിഭാഗമായാലും സുന്നി വിഭാഗമായാലും മുസ്ലിം വിഭാഗമായാലും ക്രിസ്ത്യാനികളായാലും ഹിന്ദുക്കളായാലും എല്ലാവരും ചിന്തിക്കേണ്ട വിഷയം ഇതിനകത്ത് എന്തെങ്കിലും ഒരു ന്യായമുണ്ടോ? ഒരു ന്യായമില്ലെന്നുള്ളതാണ് നമ്മൾ വിദ്യാഭ്യാസ രംഗം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. CBSEയുടെ പല സ്കൂളുകളിൽ 8 മണിക്ക് തുടങ്ങും. അപ്പോൾ കൃത്യമായിട്ട് 7:30 മണിക്ക് മുമ്പേ നമ്മൾ കുട്ടികളെ ബസ്സിൽ കയറ്റി വിടും. സൈനിക സ്കൂളുകളിൽ 6 മണിക്ക് തുടങ്ങുന്ന സ്കൂളുകളുണ്ട്. 6 മണിക്ക് പട്ടം സൈനിക സ്കൂളൊക്കെ, പിന്നെ കേന്ദ്രീയ വിദ്യാലയം സൈനിക സ്കൂളോടെ നിൽക്കട്ടെ, ഞാൻ വരാം. കേന്ദ്രീയ വിദ്യാലയങ്ങൾ 6 മണിക്ക് തുടങ്ങുന്ന കേന്ദ്രീയ വിദ്യാലയങ്ങളുണ്ട്. നമ്മൾ കുട്ടികളെ അയക്കും. അവിടെ മുസ്ലിം കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട് ധാരാളമായി. അതുപോലെ തന്നെ പിന്നെ സൈനിക സ്കൂളുകളുണ്ട്. സൈനിക സ്കൂളുകളിൽ രാവിലെ മുതൽ 8 മണി മുതൽ 1 മണി വരെയുള്ള സ്ഥലങ്ങളുണ്ട്. 8:30 മുതലുള്ള സ്ഥലങ്ങൾ പല സമയങ്ങളാണ്. മാത്രമല്ല നമ്മുടെ കുട്ടികൾ അതിന് 3 മണി വെളുപ്പാങ്കാലം 3 മണി 4 മണിക്ക് കുട്ടികൾ തുടങ്ങിയ ട്യൂഷന് പോകുന്ന കുട്ടികളുണ്ട്. കെമിസ്ട്രിക്ക് ഇപ്പോൾ SLCക്കും +2 ആയി കഴിഞ്ഞാൽ കെമിസ്ട്രി വേറെ, ഫിസിക്സ് വേറെ, ബയോളജി വേറെ, മാത്സ് വേറെ, ഇങ്ങനെ വ്യത്യസ്ത സാറന്മാരടുത്ത് ട്യൂഷന് പോകുന്നവരുണ്ട്. എൻട്രൻസിൻ്റെ ട്യൂഷന് പോകുന്നവരുണ്ട്, IITകളുടെ ട്യൂഷന് പോകുന്നവരുണ്ട്, NITകളുടെ ട്യൂഷന് പോകുന്നവരുണ്ട്, സിവിൽ സർവീസ് ട്യൂഷന് പോകുന്നുണ്ട്. അതിൻ്റെ പഠിക്കുന്ന കാലത്തിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ വിഷയമല്ല. അവരൊരു 24 മണിക്കൂർ ഉണ്ടെങ്കിൽ 24 മണിക്കൂർ നല്ലൊരു സമയം വിശ്രമം കഴിഞ്ഞുള്ള ബാക്കി സമയമെല്ലാം പഠിത്തത്തിലായിരിക്കും. അവരെ പഠനത്തെ സംബന്ധിച്ച് ഏതെങ്കിലും മതത്തിൻ്റെയോ ജാതിയുടെയോ വർഗത്തിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിൽ സമയം ഒന്നും നിശ്ചയിക്കേണ്ട കാര്യമില്ല. ഇത് കുട്ടികൾ അങ്ങനെ ചെയ്യുന്നതാണ്. കുട്ടികൾക്ക് ഇതൊന്നും ഒരു വലിയ വിഷയമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രാർത്ഥിക്കേണ്ട സമയത്ത് അവർ പ്രാർത്ഥിക്കും. അവർക്ക് പിന്നെ വിശ്വാസമുള്ളവർ അള്ളാഹുവിൽ വിശ്വസിക്കും, രാമനിൽ വിശ്വസിക്കും, യേശുവിൽ, അതൊക്കെ അവർക്കറിയാം, കുട്ടികൾ ചെയ്യും. പക്ഷേ ഇതിനൊക്കെ വിവാദമാവുകയാണ്. ഇവിടെ എല്ലാ കാര്യത്തിലും ഒരു ജാതിയും മതവും വർഗവും ഗോത്രവും നോക്കി വലിയൊരു വിവാദമാണ്. അതിനകത്ത് ഹൈക്കോടതി ഇടപെടുന്നു. അപ്പോൾ ഹൈക്കോടതിയും കൂടി പറഞ്ഞാൽ നമുക്കത് ചെയ്യാമെന്ന് ശിവൻകുട്ടി പറയുന്നു. വലിയ ബഹളമാണ്. ഇതിൻ്റെ സർവേ നടക്കുന്നു, ഒപ്പീനിയൻ പോൾ നടക്കുന്നു, ചാനലുകൾ പലരും ഒപ്പീനിയൻ പോൾ നടത്തുന്നു. അപ്പോൾ വളരെ ജഗപുകയാണ്. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ സർക്കാർ എല്ലാ രാജ്യത്തും ഇങ്ങനെയാണ്. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും സ്കൂൾ ടൈമൊക്കെ ഫിക്സ് ചെയ്യുന്നത് എല്ലാവരുടെ എല്ലാ ആവശ്യങ്ങളും പരിഗണിച്ചുകൊണ്ട് ടൈം ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അതിന് അപ്രായോഗികതകളുണ്ട്. അല്ലെ പിന്നെ അങ്ങനെയാണെങ്കിൽ മുസ്ലിം സ്കൂളുകൾ മാത്രം നടത്തുക, ക്രിസ്ത്യൻ സ്കൂളുകൾ നടത്തുക, ഹിന്ദു സ്കൂളുകൾ നടത്തുക, അങ്ങനെ ആകുമ്പോൾ അതിൻ്റേതായ ടൈമിൽ വെച്ച് ചെയ്യാൻ പറ്റും. അല്ലാതെ പൊതുവായ സ്കൂളാകുമ്പോൾ അതിന് അതിൻ്റേതായ വിട്ടുവീഴ്ചകളും താല്പര്യക്കുറവുകളും ഒക്കെ വരും. അപ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെതിരെ ഗവൺമെൻറ് ഒരു അവധി കൊടുത്താൽ ഉടനെ വിവാദം, നബിദിനത്തിന് കൊടുത്തില്ലെങ്കിൽ വിവാദം, ശനിയാഴ്ച കലണ്ടറിൽ വെള്ളിയാഴ്ച കിടന്നു, അപ്പോൾ വെള്ളിയാഴ്ച പിറ കണ്ടില്ല, അപ്പോൾ ശനിയാഴ്ച കൊടുത്തു അവധി, ഉടനെ വെള്ളിയാഴ്ചയും കൂടെ അവധി വേണം. ഇങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മൾ സൂചിയിൽ മുട്ടുസൂചിയിൽ നൂല് കൊരുക്കുന്ന പോലെ, അത്ര ചെറിയ ഹോളിൽ നോക്കിയിരിക്കുന്ന പോലെയാണ് നമ്മൾ രാഷ്ട്രീയത്തെയും മതത്തെയും കൂട്ടിയോജിപ്പിക്കുന്നത്. ഇതൊന്നും ഒരു ജനാധിപത്യ സമൂഹത്തിൽ അനുവദിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ ഇതിനൊക്കെ സമസ്തയൊക്കെ കയറി അങ്ങ് അഭിപ്രായം പറയാം. സമസ്ത അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് എതിർപ്പൊന്നുമില്ല, അവർ അഭിപ്രായം പറയട്ടെ. പക്ഷേ സർക്കാരിൻ്റെ നയങ്ങൾ രൂപീകരിക്കേണ്ടത്, സർക്കാർ തീരുമാനങ്ങൾ എടുക്കേണ്ടത് മറ്റ് പ്രാക്ടിക്കലായിട്ടുള്ള പ്രായോഗികമായ മറ്റൊരുപാട് ഘടകങ്ങൾ ചേർത്തിട്ടാണ്. ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനിടയ്ക്ക് വെച്ചാകുമ്പോൾ ഇപ്പോൾ ശിവൻകുട്ടിയായാലും പേടിച്ചു. അവിടെ കുറച്ച് മുസ്ലിംസ് വോട്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ മുസ്ലിംസിലെ നേതാക്കൾ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ശിവൻകുട്ടി വിചാരിക്കും എങ്കിൽ അങ്ങനെ വേണ്ട, 4 വോട്ട് അവിടെ കുറഞ്ഞാലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ രീതികൾ. അപ്പോൾ ജനാധിപത്യത്തിൽ ഈ മതവും രാഷ്ട്രീയവും രണ്ടായിട്ട് തന്നെ നിൽക്കണം. ഒന്നുകിൽ ഈ തീരുമാനങ്ങളൊക്കെ നടപ്പിലാക്കുന്ന മുമ്പേ ഇവരെയൊക്കെ വിളിച്ച് ആലോചിക്കണം. തീരുമാനം നടപ്പിലാക്കി കഴിഞ്ഞതിന് ശേഷം, ഒരു തീരുമാനം കൊണ്ടുവന്ന് ഉത്തരവായതിനു ശേഷം ഏതെങ്കിലും മതസംഘടനകളോ ജാതി സംഘടനകളോ എവിടെയെങ്കിലും ഇരുന്നിട്ടൊരു പ്രസ്താവന ഇറക്കും, അല്ലെങ്കിൽ നേതാക്കളൊരു പ്രസ്താവന ഇറക്കും, ഉടനെ തന്നെ സർക്കാർ അതിനകത്ത് തിരുത്തും. ഇതൊക്കെ നല്ല സന്ദേശമാണ് നൽകുന്നത് തീർച്ചയായും. അപ്പോൾ പ്രായോഗികമായി IAS-കാരായാലും അല്ല DPIയിൽ ഇരിക്കുന്നവരായാലും DPI ആയാലും ആരായാലും ഇതുപോലത്തെ ഉത്തരവുകൾ ഇറക്കുന്ന മുമ്പ് ഹോംവർക്ക് ചെയ്യണം. ആരോടെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം. അവർ ചോദിച്ചിട്ട് അവരോട് നിങ്ങൾക്ക് അഭിപ്രായം എടുത്തിട്ട് ഉത്തരവിറക്കണം. അല്ലാതെ ഉത്തരവിറക്കിയതിന് ശേഷം പിന്നെ അതിനിട്ട് ചർച്ച ചെയ്ത് അലക്കി നാശക്കോട്ടയാക്കി മന്ത്രിയുടെ പേരും ചീത്തയായി മന്ത്രിയുടെ മുഖവും ചീത്തയായി വളരെ മോശമാകുന്നൊരു സമീപനത്തിലേക്കാണ് പോയിക്കൊണ്ട്. ഇപ്പം തന്നെ ഇത് വിവാദമായി. സമസ്തയുടെ പ്രസ്താവന വരുന്നു, ഉടനെ മന്ത്രി പറയുന്നു ഹൈക്കോടതി പറഞ്ഞാൽ നമുക്ക് മാറ്റാം, കോടതി വിധിയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിടത്താണ് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടത്. വളരെ വ്യത്യസ്തമായി രാവിലെ 6 മണി മുതൽ തുടങ്ങുന്ന സ്കൂളുകളുണ്ട്, വൈകുന്നേരം വരെ പോകുന്ന സ്കൂളുകളുണ്ട്, പല ഷിഫ്റ്റുകളുള്ള സ്കൂളുകളുണ്ട്. അതുപോലെ തന്നെ വെളുപ്പാങ്കാലം 4 മണി മുതൽ രാത്രി 10, 11, 12 മണി വരെയൊക്കെ പോകുന്ന ട്യൂഷൻ സെൻ്ററുകളുണ്ട്. ഇതെല്ലാം ഇവിടെ ഉണ്ട്. അതിലൊക്കെ കുട്ടികൾ പഠിക്കുക തന്നെ. അവിടെ എല്ലാ മുസ്ലിം കുട്ടികളുമുണ്ട്, ക്രിസ്ത്യൻ കുട്ടികളുമുണ്ട്, എല്ലാ കുട്ടികളുമുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരു വലിയ വിഷയമല്ല. ഇതിനെയൊക്കെ വലിയ സബ്ജക്റ്റാക്കി ജനങ്ങളുടെ വോട്ടും ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള തന്ത്രങ്ങളായിട്ടാണ് രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും മതനേതാക്കളും കാണുന്നതെന്ന് ചിലപ്പോഴെങ്കിലും പറയേണ്ടി വരും. ദയവായി അതുണ്ടാകരുത്. ജനാധിപത്യത്തിന് ഇതൊന്നും ഭൂഷണമല്ല.